നമസ്കാരം. ശുഭാംശു ശുക്ല ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിയായ ആ മനുഷ്യൻ ഇന്ന് ഇന്ത്യയുടെ അഭിമാനമാണ്. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ രണ്ടാമതായി ബഹിരാകാശത്തേക്ക് സഞ്ചാരം നടത്തിയ ആളാണ് ശുഭാംശു ശുക്ല. ആദ്യം ബഹിരാകാശത്ത് പോകുന്നത് രാകേഷ് ശർമ്മയാണെങ്കിലും 1984 രാകേഷ് ശർമ്മ ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ സമയം ശുഭാംശു ശുക്ല ചെലവഴിച്ചു. മാത്രമല്ല, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ആദ്യമായി സന്ദർശിക്കുന്ന ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയാണ്. അങ്ങനെ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു പങ്ക് കൈപ്പറ്റിയിരിക്കുന്നു ശുഭാംശു ശുക്ലയ്ക്ക്. 18 ദിവസം നീണ്ട ദൗത്യം പൂർത്തിയാക്കി ശുഭാംശു തിരിച്ചു വരുമ്പോൾ ഭാരതത്തിന് പുതിയ വെളിച്ചം പകർന്നിരിക്കുകയാണ്. ആ വെളിച്ചം കെടാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് മലയാളിയായ ഒരു പ്രശാന്താണെന്ന് ഓർക്കണം. പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്തിനെയും നമ്മൾ ഓർക്കാതെ പോവരുത്. ശുഭാംശുവിലേക്ക് കടക്കുന്നതിന് മുൻപ് മലയാളി ആയതുകൊണ്ട് തന്നെ പ്രശാന്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം 2027 ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ആയിരക്കണക്കിന് ആളുകൾ അതിൻ്റെ കഷ്ടപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട 4 പേരുടെ ലിസ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതിലൊരാളാണ് ശുഭാംശു ശുക്ല. രണ്ടാമൻ പാലക്കാട് നെന്മാറ സ്വദേശിയായ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് വി നായരാണ്. ഈ 4 പേരിൽ 2 പേർക്കും അമേരിക്ക ട്രെയിനിങ് കൊടുത്തിരുന്നു ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി. ഒരാൾക്ക് മാത്രമല്ല, ശുഭാംശുവിനും പ്രശാന്ത് വി നായർക്കും പരിശീലനം കൊടുത്തിരുന്നു. ഏതെങ്കിലും കാരണവശാൽ ശുഭാംശുവിന് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പകരം പോവേണ്ടിയിരുന്നത് പ്രശാന്ത് നായരായിരുന്നു. 2 പേരും പൂർണ്ണമായ പരിശീലനം അവിടെ നേടിയെടുത്തു. എന്നാൽ ശുഭാംശുവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ശുഭാംശു പോയി. ഇനി അടുത്ത ഊഴം പ്രശാന്ത് വി നായർക്കാണ്. ഇനി ഒരിക്കൽ കൂടി ദൗത്യത്തിൽ പങ്കെടുക്കാൻ സാഹചര്യമുണ്ടായാൽ അപ്പോൾ നറുക്കു വീഴുന്നത് പ്രശാന്തിനാണ്. മാത്രമല്ല, ഇന്ത്യ ബഹിരാകാശത്ത് ഗഗൻയാൻ അയക്കുമ്പോൾ പ്രശാന്തും ശുഭാംശുവും ഉണ്ടാവുന്ന ഉറപ്പായി. കാരണം ഈ 2 പേർക്കും പരിചയമുണ്ട്. അവരായിരിക്കും ആദ്യം പോവുക. ഈ 2 പേർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ മറ്റ് 2 പേരിൽ ഒരാളെ എടുക്കൂ. അതുകൊണ്ട് മലയാളിയായ പ്രശാന്ത് വി നായരും ബഹിരാകാശത്തെത്തി ചരിത്രം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് പ്രശാന്ത് വി നായരെ കുറിച്ച് കൂടി നമ്മൾ പറയണം. പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പോകാനുള്ള എല്ലാ പരിശീലനവും എല്ലാ തയ്യാറെടുപ്പുകളും പ്രശാന്ത് പൂർത്തിയാക്കി. ഈ പ്രശാന്ത് മലയാള സിനിമയിലെ നടിയായ ലെനയുടെ ഭർത്താവാണ്. അധികമാരും അത് ചർച്ച ചെയ്ത് കണ്ടില്ല. ലെനയുടെ അഡ്രസ്സൊന്നും പ്രശാന്തിന് ആവശ്യമില്ല. കാരണം ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമായ ഫൈറ്റർ വിമാനത്തിന്റെ പൈലറ്റാണ് പ്രശാന്ത്. പ്രശാന്ത് ഒരുപാട് മുകളിലാണ്. എന്നാൽ ലെനയെ നമ്മൾ അറിയുന്നത് കൊണ്ട് ലെനയുടെ ഭർത്താവ് കൂടിയാണ് എന്ന് പരിചയപ്പെടുത്തിയത് മാത്രം. ശുഭാംശു കത്തിച്ച വിളക്ക് കെടാതെ കാവൽ നിൽക്കേണ്ട ഉത്തരവാദിത്വം മലയാളിയായ പ്രശാന്തിനാണ് എന്ന് അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. എന്നാലും ശുഭാംശു കത്തിച്ചു വെച്ചത് ഭാരതത്തിന് വെളിച്ചം തന്നെയാണ്. മനോഹരമായ ഒരു ദൗത്യമാണ് അദ്ദേഹം പൂർത്തിയാക്കിയത്. 2023 നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ആക്സിയം 4 ദൗത്യ സംഘത്തിൽ പ്രശാന്തിനെയും ശുഭാംശുവിനെയും ഉൾപ്പെടുത്തുന്നത്. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ബഹിരാകാശത്തെ. ആ സ്വപ്നത്തിന്റെ പാതകളിലാണ് നമുക്ക് ബഹിരാകാശത്തേക്ക് 2027 ഗഗൻയാൻ അയക്കണം. 2035 ആവുമ്പോഴേക്കും ബഹിരാകാശത്ത് സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കണം. ഇതൊക്കെ ഇന്ത്യയുടെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളുടെ മുന്നോടിയായി അതിന് പരിശീലനം കിട്ടി. ഇപ്പോൾ നമ്മൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കണ്ടെത്തലുകളും ഗവേഷണങ്ങളുമാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് 2 ഇന്ത്യൻ വൈമാനികരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു. ആ ആവശ്യം അമേരിക്ക അംഗീകരിച്ചു. അങ്ങനെയാണ് നാസയുടെ ഏറ്റവും ഒടുവിലത്തെ ദൗത്യ സംഘത്തിൽ ശുഭാംശു ശുക്ലയും പ്രശാന്ത് വി നായരും ഉൾപ്പെട്ടത്. അതിൽ ശുഭാംശുവിനായിരുന്നു 1ാം സ്ഥാനം. ശുഭാംശു പറക്കുകയും ചെയ്തു. ഈ ഇന്ത്യക്കാരനൊപ്പം ഒരു ഹംഗറിക്കാരനും ഒരു പോളണ്ടുകാരനും ഒരു അമേരിക്കക്കാരനുമാണ് ഇക്കുറി ആകാശത്ത് പോയി 18 ദിവസം ജീവിച്ചിട്ട് തിരിച്ചു വന്നത്. 21 ദിവസമാണ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര കൂടി പരിഗണിച്ച് 21 ദിവസമാണ് മൊത്തം എടുത്തത്. പക്ഷേ 18 ദിവസം അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ ശുഭാംശു ഉണ്ടായിരുന്നു. ആകാശവും ബഹിരാകാശവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എത്ര പേർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആകാശം എന്ന് പറയുന്നത് അതിരുകൾ ഉള്ളതാണ്. അതിരുകളില്ലാത്ത ആകാശത്തിലേക്ക് നമ്മൾ പറയുന്നത് ബഹിരാകാശത്തെക്കുറിച്ചാണ്. നമുക്ക് ഓരോരുത്തർക്കും എയർ സ്പേസും ഉണ്ട്, സീ സ്പേസും ഉണ്ട്. ഭൂമിയുടെ കരപ്രദേശത്ത് മുഴുവൻ അതിർത്തികളുണ്ട്. അതിർത്തികൾ വേലികളാൽ തിരിക്കപ്പെട്ടിരിക്കുകയാണ്. വലിയ മുൾവേലികളാൽ അല്ലെങ്കിൽ വലിയ ആയുധധാരികളായ കാവൽക്കാരാൽ തിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അതിർത്തി കടക്കാൻ നമുക്ക് കഴിയില്ല. ആകാശത്തിനും കടലിലും ഇത്തരം അതിർത്തികൾ മുൾവേലികളാൽ തിരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അവിടെയും അതിർത്തികളുണ്ട്. കടലിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങൾക്ക് ഒരു നിശ്ചിത നോട്ടിക്കൽ മൈൽ ദൂരം അവകാശമുണ്ട്. അതിർത്തിയാണ് അവരുടെ. ആകാശം അങ്ങനെ തന്നെ വ്യോമപരിധി എന്ന് പറയും. നമ്മുടെ ആകാശത്തൊരു വിമാനം വന്നാൽ നമുക്ക് വെടിവെച്ചിടാം. അതുകൊണ്ട് അതിരുകൾ ഉള്ളതാണ് ആകാശവും കടലും. അതിരുകളില്ലാത്തതാണ് ബഹിരാകാശം. ഭൂമിക്കപ്പുറത്തേക്കുള്ള പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് ബഹിരാകാശം.
ഭൂമി മറ്റൊരു സ്ഥലമാണ്. നമ്മൾ ഭൂമിക്ക് പുറത്തേക്ക് കിടക്കുകയാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഒരു ഗോളം മാത്രമാണ്. ആ ഗോളത്തിന്റെ പുറത്തേക്ക് നമ്മൾ കിടക്കുന്നു. അവിടെയാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അവയ്ക്ക് ഇതുവരെ ആരും അതിരിട്ടിട്ടില്ല. ആ അതിരുകളില്ലാത്ത ലോകത്തേക്കാണ്, പ്രപഞ്ചത്തിലേക്കാണ് ശുഭാംശു കടന്നു കയറിയത്. അത് ഇന്ത്യക്ക് വലിയ നേട്ടമാണ്. ഇന്ത്യ അതിരുകളില്ലാത്ത ലോക സൃഷ്ടിയുടെ ഭാഗമാകുന്നു. അത് ശ്രേഷ്ഠ രാജ്യങ്ങളൊക്കെ കഴിയൂ. അമേരിക്കയെ പോലുള്ള ശ്രേഷ്ഠ രാജ്യങ്ങൾക്ക് അതിലേക്ക് എത്താനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ. ആ പരിശ്രമത്തിന്റെ ട്രയലാണ് വാസ്തവത്തിൽ അമേരിക്കയുടെ പേടകത്തിലൂടെ നമ്മളിപ്പോൾ ശുഭാംശുവിലൂടെ നേടിയെടുത്തിരിക്കുന്നു. നമുക്ക് തന്നെ എത്തിക്കാൻ കഴിയുന്നില്ല, പക്ഷെ അമേരിക്കയുടെ സ്പേസ് എക്സ് പേടകത്തിലൂടെ നമ്മളത് നേടിയെടുത്തു. ഈ ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വലിയ വഴിത്തിരിവാണ്. ഭാരതത്തിൻ്റെ ബഹിരാകാശ രംഗത്തെ ഗവേഷണത്തിലേക്കുള്ള വലിയ കാൽവയ്പ്പാണ്. എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് വിശദമായി മറ്റൊരു വീഡിയോയിലൂടെ പറയാം. എന്തായാലും 18 ദിവസമാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് പോയി യാത്ര ചെയ്തതും സ്പേസ് സ്റ്റേഷന് സന്ദർശിച്ചതും അവിടെ ഉള്ളവരെ കണ്ടതും മനസ്സിലാക്കിയതും തിരിച്ചു വന്നതും. ഈ തിരിച്ചു വരവ് അപകടം പിടിച്ചൊരു വരവാണ്. പലപ്പോഴും ഭൂമിക്ക് പുറത്താണെന്ന് ഓർക്കണം, ഭൂമിയുടെ ഭ്രമണപഥത്തിന് പുറത്താണെന്ന് ഓർക്കണം. അവിടെ എല്ലാം ശൂന്യമാണ്, ഇരുട്ടാണ്. ആ ഇരുട്ടിനെ മറികടന്ന് തകരാതെ വേണം ഭൂമിയിലേക്ക് എത്താൻ. ആ ഭൂമിയിലേക്കുള്ള പ്രവേശനത്തിൽ അന്തരീക്ഷത്തിൻ്റെ സമ്മർദ്ദം, പേടകത്തിനുള്ളിലെ കാലാവസ്ഥ, ഇതൊക്കെ നിർണായകമാണ്. അതിനെയൊക്കെ അതിജീവിച്ചുള്ള വരവ് എപ്പോഴും അപകടകരമാണ്. നമുക്കറിയാം കൽപ്പന ചൗള, ഇന്ത്യക്കാർ മറക്കാത്തൊരു പേരാണ് കൽപ്പന ചൗള. രാകേഷ് ശർമ്മയും ഇപ്പോൾ ശുഭാംശു ശുക്ലയുമാണ് ബഹിരാകാശത്തേക്ക് എത്തിയ 2 ഇന്ത്യക്കാർ എന്ന് പറയുമ്പോഴും ഇന്ത്യൻ വംശജർ, അതായത് ഇന്ത്യയിൽ നിന്ന് പണ്ടേ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ചേക്കേറി, പ്രത്യേകിച്ച് അമേരിക്കയിൽ പോയി ചേക്കേറി അവിടുത്തെ വ്യവസ്ഥയുടെ ഭാഗമായി അവിടുത്തെ പൗരത്വം എടുത്ത് ജീവിച്ച നിരവധി പേർ ഇതിനു മുൻപ് പോയിട്ടുണ്ട്. അതിലുള്ള കൽപ്പന ചൗളയാണ്. ഏതാണ്ട് 22 വർഷം മുമ്പ് 2003 ഫെബ്രുവരിയിലാണ് ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗള അടക്കം നാസയിലെ 7 ശാസ്ത്രജ്ഞർ ബഹിരാകാശത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. ആ പോകുന്ന വഴിക്ക് തന്നെ ഈ ഇന്ധനം നിയന്ത്രിക്കുന്ന ഈ പാളി പൊട്ടിപ്പോയിരുന്നു. അത് നന്നാക്കാതെ തിരിച്ചു കൊണ്ടുവന്നു. ഭൂമിയുടെ വായുവുമായി പോലും ഉരസി തീ പിടിക്കാം. അത്തരമൊരു സാഹചര്യത്തെക്കുറിച്ച് അന്ന് ചിന്തിച്ചില്ല. അങ്ങനെ തീ പിടിച്ചു, അതൊരു അഗ്നിഗോളമായി പൊട്ടി തകർന്നു പോയി. അന്ന് ആ 7 അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികൾക്കൊപ്പം മരിച്ചവർ കൽപ്പന ചൗളയുണ്ട്. അതോടുകൂടി തന്നെ ഈ ബഹിരാകാശത്തുള്ള മടക്കയാത്ര ഭയമുണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ ഒരുപാട് കാലം മാറി. ഇന്നിപ്പോൾ പേടകത്തിൻ്റെ ഷേപ്പ് പോലും മാറി. നേരത്തെ റോക്കറ്റുകളും മറ്റും അയക്കുന്നത് ഒരു കൂർത്ത ഭാഗം, അത് മാറി. ഇപ്പം പരന്ന ഭാഗമാണ് ഇങ്ങോട്ട് വരുന്നത്. മാത്രമല്ല വായുവുമായി ഉരസി തീ പിടിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ വരെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കടലിലേക്കാണ് ലാൻഡ് ചെയ്യുന്നത്. ഇന്നലെ ശുഭാംശുമായി എത്തിയ പേടകം കാലിഫോർണിയയുടെ തീരത്ത് പസഫിക് സമുദ്രത്തിലാണ് വന്ന് പതിക്കുന്നത്. നിലം തൊടുന്നതിന് തൊട്ട് മുമ്പ് പാരച്യൂട്ടുകൾ പ്രവർത്തിക്കും. ഈ പാരച്യൂട്ടുകളിലാണ് ഇവർ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നത്. വളരെ സുരക്ഷിതമായി പാരച്യൂട്ടിൽ വന്ന് വീഴുന്നു. അപ്പോഴേക്കും എലൻ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സിന്റെ കപ്പൽ അവിടെ ഉണ്ട്. ഈ ഓളത്തിലൊക്കെ തട്ടി ശരിയായി വരണം. കടലിൽ വന്ന് വീണാൽ ഒന്നും സംഭവിക്കാതിരിക്കുന്ന തരത്തിൽ ഇവരെ സംരക്ഷിക്കുന്ന പാരച്യൂട്ട് സമ്പ്രദായമുണ്ട്. അവിടെ നിന്നും ഇവരെ നേരെ കപ്പലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവർ ഒന്നും അറിയേണ്ടതില്ല, അത്ര സുരക്ഷിതമായാണ് ലാൻഡ് ചെയ്യിപ്പിച്ചത്. ഇനി 6-7 ദിവസം ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കും. കാരണം ഇവർ വായുവോ വെള്ളമോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് പോയി താമസിച്ചാണ് 18 ദിവസം. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമിയിലെ അന്തരീക്ഷത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനാണ്. നമുക്ക് അല്പം മുകളിലേക്ക് കയറിയാൽ പോലും വിമാനം പറന്നു പോകുന്ന അന്തരീക്ഷത്തിൽ ഒരാൾ വെളിയിലേക്ക് വന്നപ്പോൾ അപ്പം തന്നെ മരിച്ചു പോകും. ശ്വാസം മുട്ടിപ്പോൾ നമുക്കറിയാം, കൊടുമുടി കയറിയാൽ ശ്വാസം മുട്ടിപ്പോവും, വായു കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഈ വ്യത്യസ്തമായ ഭൗമാന്തരീക്ഷത്തിൽ നിന്നും ജീവിക്കുന്ന ഒരാൾക്ക് എന്തെല്ലാം കൃത്രിമ സൗകര്യം ഒരുക്കി കൊടുത്താലും അവരുടെ ശരീരത്തെ മുഴുവൻ ബാധിക്കും. വലിയ ചികിത്സയായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇന്ത്യൻ വംശജരിൽ ഏറ്റവും കൂടുതൽ ബഹിരാകാശ സഞ്ചാരം നടത്തിയിട്ടുള്ളത് സുനിത വില്യംസൺ. ഇപ്പോൾ കുറച്ചു കാലം കൊണ്ട് കുടുങ്ങിക്കിടന്നിട്ട് തിരിച്ചു വന്നു, നമ്മളത് കണ്ടതാണ്. സുനിത വില്യംസ് ഇപ്പോഴും ചികിത്സയിലാണ്. നിരവധി പേർ, രാജാചാരി, സതീഷ് ബാംഗ്ലെ, പലരും പോയിട്ടുണ്ട്. ഇന്ത്യൻ വംശജരാണ്, എല്ലാം അമേരിക്കയുടെ ഭാഗമായി പോയതാണ്. എന്നാൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിലാണ് ശുഭാംശു ശുക്ല ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ ശുഭാംശു ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ലീഡറാണ്. വ്യോമസേന പൈലറ്റുമാരെയാണ് ബഹിരാകാശ സഞ്ചാരത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അത് നീൽ ആംസ്ട്രോങ് മുതൽ അങ്ങനെ തന്നെയാണ്. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി നീൽ ആംസ്ട്രോങ് മുതൽ ആരൊക്കെ ബഹിരാകാശത്തേക്ക് പോയാലും അവർ വ്യോമസേന പൈലറ്റുമാരായിരിക്കും. അങ്ങനെയാണ് ഒരു രീതി, അവർക്കാണ് കൂടുതൽ പരിചയമുള്ളത്. രാകേഷ് ശർമ്മ വിംഗ് കമാൻഡറായിരുന്നു. 1984 സോവിയറ്റ് മിഷന്റെ ഭാഗമായാണ് രാകേഷ് ശർമ്മ ആകാശത്ത് പോയത്. അത്തരം സജീവമായ ഒരു ബഹിരാകാശ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ശുഭാംശു ശുക്ലയുടെ വരവ് ഓരോ ഇന്ത്യക്കാർക്കും അഭിമാനമുണ്ടാക്കുന്നതാണ്, സന്തോഷമുണ്ടാക്കുന്നതാണ്.